കേരം തിങ്ങും കേരള നാട്ടിൽ ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ച് ക്ഷീരകർഷകർക്ക് അത്താണിയായി മാറി സഹകരണ മേഖലയിൽ ഇന്നും സജീവമായി പ്രവർത്തിച്ചു വരുന്ന PDDP. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ മലയാറ്റൂരിൽ അഭിമന്യ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കൽ പിതാവ് 1973 മാർച്ച് 10 പ്രഥമ പാൽ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കർഷകരെ ഒരുമിച്ച് വിളിച്ചു ചേർത്ത് ക്ലാസുകളും പരിശീലനങ്ങളും നൽകി സൊസൈറ്റികൾ രൂപീകരിച്ച് അതുവഴി പാൽ സംഭരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തം അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് ബഹുമാനപ്പെട്ട മുട്ടുമനേച്ചന് ഏൽപ്പിച്ചപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചുമതല നിർവഹിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുകിട പരിമിത കർഷകരെ പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പശു പരിപാലന പദ്ധതി 1973 ബഹുമാനപ്പെട്ട മുട്ടുമനേച്ചൻ ഏറ്റെടുത്ത് നടത്തിയത്. അങ്ങനെയാണ് PDDPയുടെ ആരംഭം 1973 തുടക്കം കുറിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ വെൽഫെയർ സർവീസസിലൂടെ 1973 പ്രവർത്തനം ആരംഭിച്ച PDDPക്ക് സഹകരണ മേഖലയിൽ ഒരു പുത്തൻ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ക്ഷീരവികസന രംഗത്ത് ഒരു വെള്ളി നക്ഷത്രമായി ഉദിച്ചു നിൽക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ പ്രവർത്തനം ഉണ്ടാകുവാനും സ്ഥാപനത്തിൻ്റെ സർവോത്മകമായ വളർച്ചയ്ക്കും വേണ്ടി 1983 ഈ പ്രസ്ഥാനത്തെ സ്വതന്ത്രമാക്കി കർഷകരുടെ കരങ്ങളിലേൽപ്പിച്ചു. കർഷകരെ 9 മേഖലകളായി തിരിച്ച് ഓരോ മേഖലയിൽ നിന്നും പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലീത്ത നിയമിക്കുന്ന ചെയർമാൻമാരും വൈസ് ചെയർമാൻമാരും എന്നും PDDP പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ശ്രദ്ധാലുക്കളായിരുന്നു. ഇന്ന് PDDPയുടെ അമരക്കാരനായി ഈ പ്രസ്ഥാനത്തെ വളർച്ചയുടെ പാതയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് സ്വന്തം പോലെ കൊണ്ടു നടക്കുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ റവറൻഡ് ഫാദർ തോമസ് മങ്ങാട്ടിൻ്റെയും വൈസ് ചെയർമാൻ റവറൻഡ് ഫാദർ ബിജോയ് പാലാട്ടിയുടെയും ദീർഘവീക്ഷണത്തോടും തുറവിയോടും കൂടിയ പ്രവർത്തന ശൈലി എന്നും സ്മരിക്കപ്പെടേണ്ടതാണ്. മധ്യ കേരളത്തിലെ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുട്ടുമനേച്ചൻ ഈ PDDP എന്ന പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത്. എല്ലാ കർഷകരും വളരെ സഹകരണ മനോഭാവത്തോടുകൂടിയാണ് ഈ ഉത്തരവാദിത്തത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചത്. അവരെല്ലാവരും തന്നെ വളരെ ഉത്സാഹത്തോടുകൂടി മുട്ടുമനേച്ചൻ്റെ പിന്നിൽ അണിനിരന്നു. കർഷകരുടെ ഈ കൂട്ടായ്മയെ വളർത്തിയെടുക്കുവാൻ ബഹുമാനപ്പെട്ട മുട്ടുമനേച്ചൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കർഷകരിൽ നിന്ന് ലഭിച്ചപ്പോൾ ഇത് വിജയകരമാക്കി തീർക്കുവാനായിട്ട് മുട്ടുമനേച്ചന് കഴിഞ്ഞു. PDDP അതിലെ അംഗങ്ങളായ ക്ഷീരകർഷകർക്കായി നൽകുന്ന ഏറ്റവും വലിയ സേവനമാണ് വെറ്റിനറി സർവീസ്. ഇത് സാധ്യമാക്കുന്നത് എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന 7 റീജിയണൽ വെറ്റിനറി സെൻ്ററുകൾ മുഖേനയാണ്. ഈ ഓരോ സെൻ്ററുകളിലും ഒരു വെറ്റിനറി ഡോക്ടറും 2 LSAമാരും വീതമാണുള്ളത്. ഡോക്ടർമാർ മിക്കവാറും തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡെഡിക്കേറ്റഡായ അനുഭവസമ്പത്തുള്ള ഓഫീസേഴ്സാണ്. LSAമാർ ഇൻഡോസിസ് പ്രോജക്റ്റിൽ ട്രെയിനിങ് കഴിച്ച് പരിശീലനം നേടിയിട്ടുള്ളവരാണ്. അതുകൂടാതെ അവർക്ക് ഓരോ വർഷവും റിഫ്രഷർ ട്രെയിനിങ് ഇൻഡോസിസ് പ്രോജക്റ്റ് മാട്ടുപ്പെട്ടിയിൽ വെച്ച് നൽകുന്നുണ്ട്. ഒരു മാസം ഏകദേശം 500-അടുത്ത് എമർജൻസി കേസസും 1500-ഓളം കൃത്രിമ ബീജസങ്കലനവും പശുക്കളിൽ കൈ നൽകുന്നുണ്ട്. ഇതിന് കർഷകൻ നൽകേണ്ടി വരുന്നത് ഡോക്ടറുടെ ചികിത്സയ്ക്ക് വെറും 100 രൂപ മാത്രമാണ്. അതുപോലെ കൃത്രിമ ബീജസങ്കലനത്തിന്
പശു ഒന്നിന് 75 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത് എത്ര ദൂരം അകലെയാണെങ്കിലും അവിടെ പോയി ഈ സേവനം നൽകുന്നതിന് ഈ പറഞ്ഞ തുക മാത്രമേ ഈടാക്കുകയുള്ളൂ. അതുകൂടാതെ വർഷത്തിൽ 365 ദിവസവും ക്ഷീരകർഷകരുടെ പശുക്കളെ ഇൻഷുർ ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അത് പ്രീമിയത്തിൻ്റെ 50% സബ്സിഡി PDDP ആണ് വഹിക്കുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപ നമ്മൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയമായിട്ട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്നുണ്ട്. അതുകൂടാതെ കന്നുകൂട്ടി പരിപാലന പദ്ധതി, തീറ്റപ്പുൽ കൃഷിക്കുള്ള ധനസഹായം, കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നല്ല കർഷകരെ തിരഞ്ഞെടുത്ത് അവർക്ക് അവാർഡ് നൽകൽ എന്നിവയും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ PDDPയുടെ സൂപ്പർവിഷനിൽ ഇവിടെ ഹാപ്പി ഫീഡ്സ് എന്ന് പറയുന്ന കാലിത്തീറ്റ ഉൽപ്പാദിപ്പിച്ച് സംഘങ്ങൾ വഴി ക്ഷീരകർഷകരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ മുൻനിരയിലുള്ള കാലിത്തീറ്റ കമ്പനിക്കാർ ഈടാക്കുന്ന വിലയിലും വളരെ കുറച്ചാണ് നമ്മൾ ഫീഡിന് വില നിശ്ചയിച്ചിട്ടുള്ളത്. PDDP തുടങ്ങിയ അന്നു മുതൽ ഇന്നു വരെ ഒരു മുടക്കവും കൂടാതെ നൽകുന്ന ഒരു സേവനമാണ് ഈ വെറ്റിനറി സർവീസ്. ഇത് കേരളത്തിൽ എൻ്റെ അറിവിൽ മറ്റൊരു ഏജൻസിക്കും അവകാശപ്പെടാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തയാണ് PDDPയുടെ രക്ഷാധികാരി. അദ്ദേഹം നിയമിക്കുന്ന വൈദികരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചെയർമാനും വൈസ് ചെയർമാനും. ചെയർമാൻ, വൈസ് ചെയർമാൻ, ചെയർമാൻ നിർദ്ദേശിക്കുന്ന 2 നോമിനികൾ, കർഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 9 പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് PDDPയുടെ ഭരണനിർവഹണം. അതോടൊപ്പം കൂടുതൽ സുതാര്യതയോടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കർഷക പ്രതിനിധികളിൽ നിന്ന് ഒരു സെക്രട്ടറിയെയും ട്രഷററെയും തെരഞ്ഞെടുക്കുന്നു. ഒരു ലക്ഷം ലിറ്റർ പാല് സംഭരിച്ച് പാസ്ചറൈസേഷൻ നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇന്ന് ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനം നടന്നു പോവുക. ഏകദേശം 25,000-ഓളം കർഷകർ ഇന്ന് പ്രസ്ഥാനത്തിലുണ്ട്. അംഗസംഘങ്ങളിൽ 90 ദിവസം തന്നെങ്കിലും സ്ഥിരമായി പാലളക്കുന്ന അംഗങ്ങളെയാണ് സജീവ അംഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സജീവ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 6 അംഗ ഭരണസമിതിയാണ് അംഗസംഘങ്ങളിൽ പ്രവർത്തനം നടത്തുന്നത്. അവരോടൊപ്പം ഒരു പ്രതിനിധിയെ ബഹുമാനപ്പെട്ട ചെയർമാൻ നോമിനേറ്റ് ചെയ്യും. അങ്ങനെ 7 അംഗ ഭരണസമിതിയായിരിക്കും അംഗസംഘങ്ങളിൽ പ്രവർത്തിക്കുക. വളരെ മാതൃകാപരമായിട്ട് PDDP പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റു സ്വകാര്യ ഏജൻസികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മിൽമ സൊസൈറ്റിയെക്കാളും വളരെ സത്യസന്ധമായും സുതാര്യമായും കർഷക താൽപ്പര്യത്തോടുകൂടിയും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു. സ്വതന്ത്രമായ പ്രവർത്തന ശൈലിയിലൂടെ ലക്ഷ്യപ്രാപ്തിക്കായി ആദർശശുദ്ധിയോടെ പ്രവർത്തിച്ച് പ്രതിസന്ധികൾ വിജയമാക്കി തീർക്കുന്നതിനുള്ള മനക്കരുത്തുമായി PDDPയുടെ സ്ഥാപക ചെയർമാൻ അന്തരിച്ച റെവറൻഡ് ഫാദർ ജോസഫ് മുട്ടുമനയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തന ശൈലി ഈ പ്രസ്ഥാനത്തിലെ ഓരോ പ്രവർത്തകർക്കും എന്നും പ്രചോദനവും ഉത്തേജവുമായി മാറിക്കഴിഞ്ഞു. ഈ 50 വർഷത്തിനോടിടയിൽ ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് PDDPക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. പക്ഷേ PDDP സ്വന്തമായി ക്ഷീര കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിരവധി ക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 65 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള എല്ലാ സജീവ അംഗങ്ങൾക്കും പ്രത്യേക ധനസഹായ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. ഇവിടുത്തെ ക്ഷീര കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പായിട്ട് ഇവിടുന്ന് ധനസഹായം നൽകുന്നു. അതേ രീതിയിൽ ഏറ്റവും കൂടുതൽ പാലളന്നിട്ടുള്ള കർഷകർക്ക് പ്രോത്സാഹനമായിട്ട് ഫസ്റ്റും സെക്കൻഡും അവാർഡുകൾ നൽകുന്നു. അതുകൂടാതെ മേഖല അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്നിട്ടുള്ള ആളുകൾക്ക് അവാർഡുകൾ നൽകുന്നു. ഫെസ്റ്റിവൽ ആനുകൂല്യങ്ങളായിട്ട് ഓണത്തിനും ക്രിസ്തുമസിനും റംസാനും ഓണക്കിറ്റും റംസാൻ കിറ്റും ക്രിസ്തുമസ് കേക്കും വിതരണം ചെയ്യുന്നു. കൂടാതെ എല്ലാ സജീവ അംഗങ്ങൾക്കും ബോണസായിട്ട് ആ സംഘത്തിൻ്റെ ലാഭത്തിൻ്റെ 70% എമൗണ്ട് ബോണസായി കർഷകർക്ക് നൽകുന്നു. അതിൽ 5% എമൗണ്ട്
വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കർഷകരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നു. 5% അവിടുത്തെ സ്റ്റാഫിന് ബോണസായിട്ട് നൽകുന്നു. തീറ്റപ്പുൽ കൃഷിക്ക് കർഷകർക്ക് ഒരേക്കറിന് 5500 രൂപ വെച്ച് PDDP-യിൽ നിന്നും ധനസഹായം നൽകുന്നു. ബയോഗ്യാസ് പ്ലാന്റിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ നമ്മൾക്ക് കുട്ടികളുടെ പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും PDDP പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാൽവില, അധിക പാൽവില, സെൻട്രൽ സൊസൈറ്റിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അധിക പാൽവിലയായി കുട്ടികൾക്ക്, ക്ഷീര കർഷകർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് സെൻട്രൽ സൊസൈറ്റി ചെയ്തിരിക്കുന്നത്. PDDP-യുടെ സജീവാംഗങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അന്നേ ദിവസം തന്നെ മരണാനന്തര സഹായമായി 5000 രൂപ സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നും വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു. PDDP-യുടെ 150-ലധികം വരുന്ന പ്രാഥമിക സംഘങ്ങളിൽ നിന്നും 5000-ലധികം വരുന്ന ക്ഷീര കർഷകർ സംഭരിക്കുന്ന പാൽ സൊസൈറ്റികളിൽ അളന്ന് കൃത്യമായ പരിശോധന, ഗുണനിലവാര പരിശോധനകൾ നടത്തി ഫാറ്റും SNF-ഉം വേർതിരിച്ച് വില നിർണ്ണയിക്കുകയും 10 ദിവസം കൂടുമ്പോൾ അവരുടെ പാലിൻ്റെ വില കൃത്യമായി നൽകി വരുന്നതുമാണ് PDDP-യുടെ ഒരു പ്രത്യേകത. ഈ മേഖലയിലേക്ക് പുതിയതായി കടന്നു വരുന്ന കർഷകർക്ക് ആവശ്യമായ പരിശീലനവും, അതുപോലെ പശുപരിപാലനം എങ്ങനെ നടത്തണം, കറവ നടത്തേണ്ട രീതികൾ, ഏതൊക്കെ സമയങ്ങളിൽ കറവ നിർത്തണം, പ്രജനനം നടത്തേണ്ട സമയക്രമം, തീറ്റ നൽകേണ്ട ക്രമം, അതിലെ തൊഴുത്ത് നിർമ്മാണം, ശുചിത്വം തുടങ്ങിയ വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ, സെമിനാറുകൾ, പരിശീലനങ്ങൾ നൽകി വരുന്നുണ്ട്. കൂടാതെ ഈ മേഖല, ക്ഷീരമേഖലയിൽ വിദഗ്ധരായ ആളുകളെ വരുത്തി അവർക്ക് ആവശ്യമായ സെമിനാറുകൾ നടത്തുകയും അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് നൽകി മുന്നോട്ടുള്ള അവരുടെ ആ ഉദ്യമത്തിന് ഒരു ധൈര്യം നൽകുന്നതിന് ഈ ക്ലാസ്സുകൾ അവർക്ക് ഉപകാരപ്പെടും. ഒപ്പം അവർക്ക് ആവശ്യമായ കന്നുകുട്ടി ഒരു പരിപാലന പദ്ധതിയുണ്ട്. എന്നുള്ള മികച്ച കന്നുകുട്ടികളെ കണ്ടെത്തി അവർക്ക് PDDP സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നും സബ്സിഡി ഇനത്തിൽ ഫീഡ് നൽകുന്നു. ഒപ്പം ബാങ്ക് വായ്പ ആവശ്യമായ കർഷകർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും, ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ട സൗകര്യങ്ങൾ PDDP-യിൽ നിന്നും ചെയ്തു നൽകുന്നുണ്ട്. ഒപ്പം ഇവർക്ക് ആവശ്യമായ മറ്റു സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാത്രം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ കറവയന്ത്രം വാങ്ങുന്നതിനോ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ, സേവനങ്ങളും PDDP സെൻട്രൽ സൊസൈറ്റി ഇടപെട്ട് നടത്തി വരുന്നുണ്ട്. ഇതിന് മൃഗസംരക്ഷണ വിഭാഗവും സൊസൈറ്റി അക്കൗണ്ട്സും പ്രൊക്യൂർമെൻറ്റ് വിഭാഗവും എല്ലാ ജീവനക്കാരും ഇതിന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. എല്ലാ കർഷകരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഒന്ന് മാത്രമാണ് ഈ പ്രസ്ഥാനം വളർന്ന് ഇത്രയും വലുതായത്. അതിന് കർഷകരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ൽ പരം കർഷകർ 200-ലധികം സംഘങ്ങൾ വഴിയായി പ്ലാന്റിലേക്ക് എത്തിച്ചു തരുന്ന പാൽ ഗുണമേന്മ ഉറപ്പുവരുത്തി ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യാനുസരണം ഫാറ്റിനെയും ഫാറ്റിതര ഘടകങ്ങളെയും സംയോജിപ്പിച്ച് അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടെ 73 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 സെക്കൻഡ് ചൂടാക്കി ഏകീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കി 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് താഴെ തണുപ്പിച്ച് കരസ്പർശമേൽക്കാതെ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ്റെ സഹായത്തോടെ പാക്ക് ചെയ്താണ് ഓരോ കവർ പാലും ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഉൽപ്പാദനത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിനായി ലബോറട്ടറികൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മിൽക്കിൻ്റെ ഗുണനിലവാര പരിശോധന വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റിലോട്ട് ഒരു റോ മിൽക്ക് വരുന്നു. അപ്പോൾ റോ മിൽക്കിൻ്റെ ടെമ്പറേച്ചർ ലെസ് ദാൻ 5 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ അത് നോക്കും. അതിനുശേഷം പിന്നെ നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റുകൾ. ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സെൻസറി ഓർഗൻസ് വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അതായത് നമ്മളൊരു പാലിനെ ആദ്യം കണ്ണുകൊണ്ട് നോക്കുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും അബ്നോർമൽ കളർ ഉണ്ടോ, അബ്നോർമൽ കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് വൈസ് അത് ചെക്ക് ചെയ്യുന്നു. അതിലെന്തെങ്കിലും അബ്നോർമൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോഴും അത് ഡൗട്ട്ഫുൾ ആയിരിക്കും.
പിന്നെ അതിൻ്റെ സ്മെല്ല് ചെക്ക് ചെയ്യുന്നു. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിൽക്കിന് ഡിഫറെൻറ്റ് സ്മെൽസ് വരാം. സോ അത് ഇപ്പോൾ സ്മെല്ല് എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അതിന് ഡൗട്ട്ഫുള്ളായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ടെസ്റ്റുകളിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ആൽക്കഹോൾ ടെസ്റ്റാണ്. അതായത് മിൽക്കിൻ്റെ ഓവറോൾ സ്റ്റെബിലിറ്റി നമുക്ക് ആൽക്കഹോൾ ടെസ്റ്റ് കൊണ്ട് കിട്ടും. അപ്പോൾ ആൽക്കഹോൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ മിൽക്ക് എടുക്കുകയില്ല. നെക്സ്റ്റ് വരുന്നതാണ് COB ടെസ്റ്റ്, ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ്. അപ്പോൾ മിൽക്ക് നമ്മളെടുത്ത് തിളപ്പിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ക്ലോട്ട്, അപ്പോൾ എന്തെങ്കിലും ഈ കൊയാഗുലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഈ മിൽക്ക് പിന്നെ നമ്മൾ ഫർദർ പ്രോസസ്സിങ്ങിന് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ആണ് ആസിഡിറ്റി. ആസിഡിറ്റി എന്ന് പറഞ്ഞൊരു വിത്തിൻ റേഞ്ച് ഒരു 0.144 to 0.153% ലാക്റ്റിക് ആസിഡ് റേഞ്ചാണ് നമ്മൾ മെയിൻലി ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് MBRT ടെസ്റ്റ്, മെത്തിലിൻ ബ്ലൂ ഡൈ റിഡക്ഷൻ ടെസ്റ്റ്. അപ്പം ഈ ഡൈ റിഡക്ഷൻ ടെസ്റ്റ് വെച്ച് നമുക്ക് മിൽക്കിൻ്റെ മൈക്രോബിയൽ ലോഡും ഓവറോൾ മിൽക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളതൊരു 1 hour എന്നൊരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട് റോ മിൽക്കിന്. അപ്പോൾ അത്രയും നമുക്ക് 1 hour കിട്ടിക്കഴിഞ്ഞാൽ 1 hour ആയിട്ട് ഈ ഡൈ റെഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മിൽക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മായം, മിൽക്കിൽ വരുന്ന മായം, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. മായം എങ്ങാനും ഉണ്ടെങ്കിൽ നമ്മളത് ഉടനെ തന്നെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. അപ്പം മിൽക്കിൽ പ്രധാനമായും ചേർക്കുന്ന മായം ഓഫ് കോഴ്സ് വെള്ളമുണ്ട്. പിന്നെ ഈ വെള്ളമൊക്കെ നമുക്ക് ഓർഗാനോലെപ്റ്റ് ടെസ്റ്റുകളിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അതായത് നമ്മൾ ഡിപ്പർ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല വെള്ളം കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. പിന്നെ അതിൻ്റെ നമ്മൾ SNF ചെക്ക് ചെയ്താലും നമുക്ക് വെള്ളം കണ്ടുപിടിക്കാൻ പറ്റും. SNF ഭയങ്കര കുറവായിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർക്കാനുള്ള സാധ്യതയുണ്ട്. SNF എന്ന് വെച്ചാൽ മിൽക്കിൻ്റെ സോളിഡ് നോട്ട് ഫാറ്റ്. അതായത് ഒരു മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 87 to 88% വാട്ടറാണ്. ദെൻ നെക്സ്റ്റ് കംസ് ടോട്ടൽ സോളിഡ്സ്. ഈ ടോട്ടൽ സോളിഡ്സിൽ വരുന്നതാണ് ഫാറ്റും SNFും. അപ്പോൾ ഈ ഫാറ്റ് മിൽക്കിൻ്റെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഗർബർ ടെസ്റ്റ് വഴിയും SNF നമ്മൾ ലാക്ടോമീറ്റർ മെത്തേഡ് വഴിയുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഈ മിൽക്കിൽ വരുന്ന മേജർ ആയിട്ടുള്ള അഡൾട്ടറൻസ് ആണ് വാട്ടർ, ഡിറ്റർജൻസ്, ന്യൂട്രലൈസേഴ്സ്, അതായത് സോഡ ന്യൂട്രലൈസേഴ്സ്, പിന്നെ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ്സ്, ഫോമാൽഡിഹൈഡ് എക്സിട്ര, ഇങ്ങനെ ഒത്തിരിയുണ്ട്. പിന്നെ ചില കെമിക്കൽസ് ആയിട്ടുള്ള മെലാമിൻ, ഇതൊക്കെ അഡൾട്ടറൻസ് ആണ്. സോ ഇവയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും നമുക്ക് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ ആ മിൽക്ക് പിന്നെ ആക്സെപ്റ്റ് ചെയ്യുകയില്ല. പിന്നെ നമ്മളുടെ മിൽക്കിൻ്റെ നമ്മൾ ഇവ കൂടാണ്ട് നമ്മൾ മിൽക്ക് പാസ്ചറൈസ് ചെയ്തതിന് ശേഷം പാസ്ചറൈസേഷൻ എഫിഷ്യൻ്റ് ആണോ എന്ന് നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് വഴി ചെയ്ത് നോക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഹോമോജനൈസ് ചെയ്യുന്ന പാലുകളുണ്ട് ഇവിടെ. അപ്പോൾ അതായത് നമ്മുടെ ഫാറ്റ് ലെയർ സെപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോമോജനൈസ് മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഹോമോജനൈസ്ഡ് എന്ന് നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ നമ്മൾ ഹോമോജനൈസേഷൻ എഫിഷ്യൻസിയും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മിൽക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈച്ച് ബാച്ച്, ഇപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് മിൽക്ക് ഉണ്ട്. അതായത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ടോൺഡ് മിൽക്ക് വരുന്നുണ്ട്, പാസ്ചറൈസ്ഡ് കൗ മിൽക്ക് വരുന്നുണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് വരുന്നുണ്ട്, ഓക്കെ, ദെൻ ഫോർട്ടിഫൈഡ് മിൽക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാം നമ്മുടെ FSSAയുടെ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സിലുള്ള കെമിക്കൽ, മൈക്രോബയോളജിക്കൽ ആ പാരാമീറ്റേഴ്സൊക്കെ എൻഷുവർ ചെയ്തിട്ടാണ് നമ്മുടെ ഈച്ച് ബാച്ച് ഓഫ് മിൽക്ക് മാർക്കറ്റിൽ വിതരണത്തിനെത്തുന്നത്. പാൽ സംഭരണ വിതരണത്തോടൊപ്പം തന്നെ പാൽ ഉൽപ്പന്ന വിപണനത്തിലും PDDP മുന്നിട്ട് നിൽക്കുന്നു. ഉൽപ്പന്ന ശ്രേണിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ് PDDPയുടെ പീപ്പിൾസ് ഐസ്ക്രീം. തണുപ്പും മധുരം ചേർന്നാൽ ഐസ്ക്രീമാണെന്ന് കരുതിയിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ് പാലും ക്രീമും ബട്ടറും ഒക്കെ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ഫുൾ ഫാറ്റ് ഐസ്ക്രീം PDDP എത്തിക്കുന്നത്. വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ ഉപഭോക്താക്കളും കാറ്ററിംഗ് മേഖലയിൽ ഉൾപ്പെടെ എല്ലാവരും തന്നെ നമ്മുടെ ഗുണമേന്മയെ അംഗീകരിക്കുകയും നമ്മോടൊപ്പം ചേരുകയും ചെയ്തു. ഉൽപ്പന്ന വൈവിധ്യമാണെങ്കിൽ വിലയുടെ കാര്യത്തിൽ 5 രൂപ മുതൽ 1300 രൂപ വരെയും, ഇനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ജനപ്രിയ ഇനങ്ങളായ വാനില, ബട്ടർ സ്കോച്ച്, സ്ട്രോബെറി, പിസ്ത, മാംഗോ, ചോക്ലേറ്റ് തുടങ്ങി നിരവധി ഇനങ്ങളും, ഒപ്പം തന്നെ നാച്ചുറൽ ഇനങ്ങളായ ജാക്ക് ഫ്രൂട്ട്, ടെൻഡർ കോക്കനട്ട് തുടങ്ങിയ ഇനങ്ങളും നമ്മുടെ വിപണിയിലുണ്ട്. 30-ൽ പരം പാൽ ഉൽപ്പന്നങ്ങൾ PDDP ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. പാലിൻ്റെ കൊഴുപ്പിൻ്റെയും പോഷക ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ തരങ്ങളായ പാലുകളും, തൈര്, സംഭാരം, മാംഗോ ലസ്സി, നെയ്യ്, സോൾട്ടഡ് ആൻഡ് അൺസോൾട്ടഡ് ബട്ടർ, പനീർ, പാൽപ്പൊടി, നാച്ചുറൽ ആൻഡ് ഫ്ലേവേഡ് ഐസ്ക്രീംസ് എന്നിവ ഗുണനിലവാരം ഉറപ്പുവരുത്തി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ
PDDP-യുടെ പാലും പാലുൽപ്പന്നങ്ങളും 100-ലധികം മൊത്ത വിതരണക്കാരും 2000-ലധികം മിൽക്ക് ബൂത്ത് ഏജൻസികൾ മുഖാന്തരം നമ്മൾ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ 30-ലധികം മൊത്ത വിതരണക്കാരും 500-ലധികം ഏജൻസികൾ മുഖാന്തരം PDDP-യുടെ ഐസ്ക്രീമിൻ്റെ വിപണനവും നടക്കുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ PDDP മാർക്കറ്റിൽ ലഭ്യമാക്കുന്നതാണ്. PDDP-യുടെ 50ാം ജൂബിലിയുടെ ആഘോഷം നടക്കുന്ന പരിപാടിയിൽ കർഷകർക്ക് വളരെയധികം മെച്ചമുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് അധിക പാലുവില, മറ്റ് കാലിത്തീറ്റ ഉത്സവ സംവിധാനം, ബാങ്ക് ലോൺ, അങ്ങനെ ഒത്തിരി ആനുകൂല്യങ്ങൾ PDDP കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർഷകരെ പിടിച്ചു നിർത്താൻ PDDPക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും PDDP ഒപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് PDDP. സംഘത്തിൽ എന്ന് പറഞ്ഞാൽ അതൊന്നും ചെറിയ ലാഭം ഉണ്ടായി ഉള്ളത് അപ്പം തന്നെ എല്ലാ വർഷങ്ങളും സംഘത്തിൽ കർഷകർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പശുവിൻ്റെ ഇൻഷുറൻസ് പകുതി കാശ് PDDP-യാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പകുതി കാശ് കർഷകരിൽ നിന്ന് വാങ്ങിക്കലുള്ളൂ. വർഷം പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിന് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളം ഭയങ്കര വെള്ളക്കയറ്റമാണ് പാടത്ത്. എങ്കിലും കഷ്ടപ്പെട്ട് കൊടുത്ത് വളർത്തി കൊണ്ടുവന്നു. ഉപകാരം എന്നിട്ട് പശു വളർത്തിയിട്ട് പ്രത്യേക ഉപകാരങ്ങളൊന്നുമില്ല. ഇതുപോലെ ജീവിച്ച് തട്ടിമുട്ടി പോകുന്നു മാത്രം. ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയത്തിൻ്റെ അടിത്തറ ആ സ്ഥാപനത്തിലെ ജീവനക്കാരാണ്. PDDP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 50 വർഷക്കാലം അർപ്പണബോധവും കാര്യക്ഷമതയുമുള്ള ജീവനക്കാർ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 50 വർഷക്കാലം PDDP-യിൽ സേവനമനുഷ്ഠിച്ച് പിരിഞ്ഞുപോയതും വിരമിച്ചവരായവരും ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുമായ എല്ലാ ജീവനക്കാരെയും നന്ദിയോടെ ഓർക്കുന്നു. PDDP പ്രസ്ഥാനത്തിൻ്റെ ദൈനംദിന വളർച്ചയ്ക്കും പുരോഗതിക്കും ഭരണസമിതിയുടെ നിസ്വാർത്ഥമായ സേവനങ്ങളും ദീർഘവീക്ഷണത്തോടെയുള്ള നയതീരുമാനങ്ങളും പ്രസ്ഥാനത്തിനെന്നും മുതൽക്കൂട്ടാണ്. PDDP ഗ്രാമീണ ക്ഷീര കർഷക സംസ്കാരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു മുഖമാണ്. ക്ഷീര കർഷകരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സംരക്ഷിക്കുന്ന മാതൃത്വത്തിൻ്റെ ഒരു കരസ്പർശം. ഈ മാതൃത്വത്തിൻ്റെ തണലിൽ ക്ഷീര കർഷകരും ഇവിടെയുള്ള ജോലിക്കാരും പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നവരും ഇതിൻ്റെ ഉപഭോക്താക്കളും തമ്മിൽ 50 വർഷത്തിൻ്റെ ഒരു ആത്മബന്ധത്തിലേക്ക് ഉയരുകയാണ്. സത്യസന്ധതയുടെ മുഖമായി ഇന്നും PDDP-യുടെ പാലുൽപ്പന്നങ്ങൾ നിലനിൽക്കുന്നു. കാലഘട്ടത്തിന് അനുസരിച്ച് സത്യസന്ധത ചോരാതെയുള്ള PDDP-യുടെ യാത്ര ഇന്നും തുടരുന്നു. ഗ്രാമാന്തരങ്ങളിൽ ക്ഷീരോത്പാദന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന
ആയിരക്കണക്കിന് ക്ഷീരകർഷകരുടെ സംഘടിതമായ അക്ഷീണ പ്രയത്നത്തിന്റെ വിജയകഥയാണ് PDDP സൊസൈറ്റിക്ക് പറയാനുള്ളത്. തൊഴിലില്ലായ്മയ്ക്കൊരു പരിഹാരം, ഉപജീവനത്തിനൊരു വഴികാട്ടി, സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അനുകരിക്കാവുന്ന വിജയമന്ത്രം. PDDP, പീപ്പിൾസ് ഡയറി ഡെവലപ്മെന്റ് പ്രോജക്ട്.